കൊമ്പനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടൊപ്പം യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. വാർഷികാഘോഷ പൊതുസമ്മേളനം എൽദോസ് കുന്നപ്പള്ളി MLA നിർവഹിച്ചു. വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ ആലീസ് ചെറിയാൻ, എജി എ മാത്യൂസ് എന്നിവർക്കുള്ള യാത്രയയപ്പും നൽകി. 76 വർഷത്തെ ചരിത്രവും പ്രാധാന്യവുമുള്ള കൊമ്പനാട് UP സ്കൂളിൻ്റെ വാർഷിക ആഘോഷ പരിപാടികൾ ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുകയും കുട്ടികളുടെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവർ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്കും കാഴ്ചക്കാരും കേൾവിക്കാരുമായി നമുക്കും മനസ്സിന് വളരെയേറെ സന്തോഷവും സുഖവും നൽകുന്നതാണ്. ഒരു വിദ്യാലയം ഓരോ കാലഘട്ടത്തിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ 2016 MLA ആയി വരുമ്പോഴുള്ള വിദ്യാലയമല്ല ഈ 2024. അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഏറെ വർദ്ധിക്കുകയും അതിനനുസൃതമായി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം സഞ്ജന സാജനും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള ഉപഹാര സമർപ്പണം സ്റ്റാഫും PTA പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും LSS വിജയിയെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വോഗീസും കുട്ടി ലൈബ്രറിയൻ അവാർഡ് വിതരണം വേങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC കൃഷ്ണൻകുട്ടിയും സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവ വിജയിയെ ആദരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡെയ്സി ജെയിംസും അവാർഡ് ഓഫ് എക്സലൻസ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR നാരായണൻ നായരും എൻഡോമെന്റ് വിതരണം സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ ചാക്കപ്പനും കയ്യെഴുത്തു മാസിക പ്രകാശനം സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു പീറ്ററും മികവ് പുരസ്കാര വിതരണം പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയും നിർവഹിച്ചു. SMC, PTA, മാതൃസംഗമം തുടങ്ങിയ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ സ്കൂളിൽ ഇതുപോലെ ഒരു സ്റ്റേജ് നടക്കുമ്പോൾ അവിടെ ചീഫ് ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുമ്പോൾ ഞാനും ഇപ്പം നിങ്ങളെ പോലെയൊക്കെ ഇരുന്ന് അത് നോക്കി കാണാറുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ ഐ ഫീൽ സോ പ്രൗഡ്. ഇന്ന് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഈ ഇരിക്കുന്ന ഓരോരുത്തരായിരിക്കും ചിലപ്പോൾ ഈ സ്റ്റേജിലൊക്കെ ഒന്ന് നിൽക്കുക. അപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ അമ്പിളി ഫോറൻസിക് അതൊക്കെയാണ്. കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടോ? അമ്പിളി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ നായികയുടെ ചെറുപ്പകാലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഒരു മൂവി March 1 റിലീസാവും. എല്ലാവരും പോയി കാണില്ലേ? ആനന്ദപുരം ഡയറീസ് എന്നാണ് മൂവിയുടെ പേര്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതിന് മെയിൻ കാരണം എൻ്റെ പേരൻസും എൻ്റെ ടീച്ചേഴ്സും ദൈവത്തിൻ്റെ സഹായം കൊണ്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും എനിക്കറിയാം ഇവിടെ കുറേ കലാകാരന്മാരുണ്ടെന്ന് അറിയാം. സോ ഒരിക്കലും ഇതാണ് നമ്മുടെ സ്കൂൾ ലൈഫിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കഴിവുകൾ നമുക്ക് പുറത്ത് കാണിക്കാനുള്ള അവസരം കിട്ടുന്നത്. സോ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്തൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നോ അത് ഈ പ്രായത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുള്ളൂ. സോ മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യുക.